ഏറെ സ്നേഹാധീനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഗ്രന്ഥവും സത്യവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൽ ഏറ്റവും വഴിപിഴച്ചവർ എന്ന് ഏതൊരു സമൂഹത്തെയാണോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിച്ചത്, ആ സമൂഹത്തെ 23 വർഷം കൊണ്ട് ഏറ്റവും ഉത്തമരായ സമൂഹമാക്കി വളർത്തിയെടുത്തത് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആന്റെ വ്യതിരിക്തത, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നിശ്ചയമായും ഈ ഖുർആൻ മനുഷ്യ സമൂഹത്തെ നേരെ ചൊവ്വേയുള്ള പാതയിലേക്ക് നയിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലം വിശുദ്ധ ഖുർആൻ ഉറപ്പു നൽകുകയാണ്. ആ പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് മാർഗദർശനമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിയ ആ വേദഗ്രന്ഥത്തിൽ വിശ്വാസികളെ നിങ്ങൾ പിൻപറ്റണം എന്ന് സൂറത്തുൽ അഅറാഫിലെ 158-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പ്രവാചകർക്ക് ഇറക്കിയ വേദഗ്രന്ഥത്തിൽ വിശ്വാസികളെ നിങ്ങൾ പിൻപറ്റണം. മനുഷ്യ സമൂഹമേ, നിങ്ങൾ ആ ഖുർആനെ അനുധാവനം ചെയ്യുകയാണെങ്കിൽ വമ്പിച്ച വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ഒരു താക്കീതാണ്. ലിയുൻദിറ മൻ കാന ഹയ്യാ. സൂറത്തു യാസീനിലെ 70-ാമത്തെ വചനത്തിൽ കൂടി അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത് മരിച്ചവർക്കുള്ള താക്കീതല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കുള്ള താക്കീതാണ് ഈ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ വിശ്വാസികളുടെ മനസ്സുകൾക്ക് സ്വാസ്ഥ്യം നൽകുന്നതാകണം, വിശ്വാസികളുടെ മനസ്സുകൾക്ക് സന്തോഷം പകരുന്നതാകണം, സമാധാനം നൽകുന്നതാകണം. ഇന്നിൻ്റെ ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാനവ സമൂഹം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്തിൽ അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിക്കുക, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അവർക്ക് മനസ്സിന് സമാധാനമുണ്ടാകുമെന്നാണ്. അലാ, നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുന്ന മനുഷ്യർക്കാണ് സമാധാനമുണ്ടാവുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുക പരിശുദ്ധ ഖുർആൻ അതൊരു മാധ്യമമാണ്. ആ ഖുർആനിൽ കൂടി അല്ലാഹുവിനെ കണ്ടെത്തുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ വ്യതിരിക്തതയും പ്രത്യേകതയുമാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിയുവാൻ പരിശുദ്ധ ഖുർആനിലെ വചനാമൃതങ്ങൾ ജീവിതത്തിലുടനീളം നാം സ്വാംശീകരിക്കണം. അതുവഴി അല്ലാഹുവിൻ്റെ സ്വന്തക്കാരായി മാറുവാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ജനങ്ങൾ ആര് എന്ന് സ്വഹാബികളോട് അല്ലാഹുവിൻ്റെ പ്രവാചകർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന ലില്ലാഹി അസ്സ വജല്ല അഹ്ലീന മിനന്നാസ്. ജനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ അല്ലാഹുവിൻ്റെ ആൾക്കാരായിട്ടുള്ളവർ ആരാണ്? പ്രവാചകർ ചോദിക്കുമ്പോൾ സ്വഹാബികൾ മറുപടിക്ക് വേണ്ടി പ്രവാചകരെ തന്നെ ആശ്രയിക്കുകയാണ്. മൻഹും യാ റസൂലല്ലാഹ്, ആരാണവർ? അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്തവർ അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആന്റെ അഹ്ലുകാരാണ്. അഹ്ലുല്ലാഹി വ ഖാസ്വതഹു.
അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരും അവർ തന്നെയാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അഫ്ളലുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നിഷ്കളങ്ക ദാസന്മാരെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്ന സൂറത്തു ആലി ഇംറാനിലെ 79-ാമത്തെ ആയത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ അടിയാറുകൾ ആരാണ്? കൂനു റബ്ബാനിയീൻ വകുൻതും തുഅല്ലിമൂനൽ കിതാബ് വബിമാ കുൻതും തദ്റുസൂൻ. അവർ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നവരുമാണ്. അവരാണ് അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാർ. അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തവരും അവർ തന്നെയാണ്, ഏറ്റവും ശ്രേഷ്ഠരായവരും അവർ തന്നെയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ കലാമിലെ ആയത്തുകൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനാമൃതങ്ങൾ. ആ ഖുർആനെ പിൻപറ്റുകയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി മാറും. അവർ റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ആൾക്കാരായി മാറും എന്ന് സൂറത്തു അൻആമിലെ 155-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ദീർഘമായ ഒരു ഹദീസിൽ 6 ഗുണങ്ങൾ എണ്ണി പറയുകയാണ്. ഈ 6 ഗുണങ്ങളും വിശ്വാസികൾക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുന്നതുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 1-ാമത്തെ ഗുണം, ഒരു വിശ്വാസിയുടെ ദുനിയാവിലുള്ള വിഷമതകൾക്ക് ആര് പരിഹാരം കാണുന്നുവോ, നഫ്ഫസല്ലാഹു അൻഹു കുർബതം മിൻ കുറബി യൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് ആ അടിമയുടെ കുറവ് അല്ലാഹു തആല നികത്തുമെന്നാണ്. ഒരു മുസ്ലിമിന്റെ രഹസ്യം ആര് മറച്ചു വയ്ക്കുന്നുവോ, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും അവന്റെ ന്യൂനതകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറച്ചു വെക്കുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹുവിന്റെ തന്റെ ദാസന് സഹായം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ദാസൻ അല്ലാഹുവിന്റെ അടിമയെ സഹായിക്കുന്ന കാലത്തോളം. നോക്കൂ സഹോദരങ്ങളെ, അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു അടിമയെ ആരെല്ലാം സഹായിക്കുന്നുവോ ആ സഹായിച്ച അടിമയെ സഹായിക്കേണ്ട ബാധ്യത റഹ്മാനായ റബ്ബിനുണ്ട് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഹദീസിൽ വീണ്ടും പറയുകയാണ്, വമൻ സലക ത്വരീഖൻ യൽതമസു ഫീഹി ഉൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമ തേടിക്കൊണ്ട് ആരാണോ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്നത്, വിജ്ഞാനം തേടിക്കൊണ്ട് ആരാണോ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുന്നത്, അത്തരം അടിയാറുകൾക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ അള്ളാഹുവിൻ്റെ വരദാനമായ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു മസ്ജിദിൽ, ഒരു ഭവനത്തിൽ അള്ളാഹുവിൻ്റെ അടിയാറുകൾ ഒരുമിച്ച് കൂടുകയാണ്. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു മസ്ജിദിൽ വിശ്വാസിനികൾ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ബൈനഹും, അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഖുർആനെ കുറിച്ച്, അവർ പരസ്പരം സംസാരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്. അത്തരം ആൾക്കാർക്ക് ഇല്ലാ നസലതു അലൈഹിമുസ് സക്കീന, അള്ളാഹുവിൻ്റെ സമാധാനം അവരിലാകുമെന്നാണ്. വഗശിയതഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവരെ പൊതിയുമെന്നാണ്. വഹഫതഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യുകയും വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളുടെ അടുക്കൽ
ആരാണോ വിശുദ്ധ ഭവനത്തിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്നവർ, അവരെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളവരോട് റഹ്മാനായ റബ്ബ് പ്രശംസിച്ചുകൊണ്ട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര പുണ്യകരമായ കാര്യമാണ് വിശ്വാസികൾക്ക് നേടിയെടുക്കുവാൻ പറ്റുന്ന, ആയാസമില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ഓരോ വിശ്വാസിനികൾക്കും നേടിയെടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ഗുണങ്ങളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുവാൻ, മലക്കുകളുടെ അടുക്കൽ അള്ളാഹു നമ്മെക്കുറിച്ച് പ്രശംസ പറയിപ്പിക്കുവാനുള്ള പുണ്യകരമായ ഒരു ഇബാദത്താണ് അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ആ ഖുർആൻ പരസ്പരം ദർസ് നടത്തുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തരമായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ മഹത്വം ദുനിയാവിൽ മാത്രമല്ല, നാളെ പരലോകത്തും ശ്രേഷ്ഠകരമായ പുണ്യങ്ങൾ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്ത അടിയാറുകളോട് അന്നാളിൽ പറയുമെന്നാണ്. ഖുർആന്റെ അഹലുകാർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമെന്നാണ്, ഖുർആൻ പാരായണം ചെയ്യുക. ദുനിയാവിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത ആ രീതി പാരായണം ചെയ്തുകൊണ്ട് നീ കയറിപ്പോവുക. വറത്തിൽ കമാ കുന്ത തുറത്തുലു ഫി ദുനിയാ, ഖുർആൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന അള്ളാഹുവിന്റെ കലാം, അത് ദുനിയാവിൽ വെച്ചുകൊണ്ട് സാവധാനം നീ പാരായണം ചെയ്തുവല്ലോ. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നീ ഖുർആനിന്റെ പാരായണത്തിന്റെ കൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ പടവുകൾ നീ കയറിപ്പോവുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ, കാരണം താങ്കളുടെ സ്ഥാനം താങ്കൾ അവസാനമായി ഓതുന്ന ആയത്തിലായിരിക്കും. അതുവരെയും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതമായ ഉയർന്ന സ്ഥാനത്തിൽ എത്തുന്നത് വരെയും നിങ്ങൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഉയരങ്ങളിലേക്ക് പോവുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്ത അഹ്ലുൽ ഖുർആന്റെ ആൾക്കാരോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ അൻഫഅനാ വർഫഅനാ ബിൽ ഖുർആനിൽ അളീം, അല്ലാഹുവേ ഞങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ഇത്തരം അടിയാറുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധ റമദാൻ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. അതിനുശേഷമുള്ള മാസങ്ങളും ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. അത്തരം അടിയാറുകളോടാണ് റഹ്മാനായ റബ്ബ് പറയുക, പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിന്റെ ഓരോ പടവുകളും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുക എന്ന് അല്ലാഹു തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികൾ ആശിക്കുന്ന നഷ്ടമല്ലാത്ത ഒരു കച്ചവടം, വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ് നഷ്ടമില്ലാത്ത കച്ചവടം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 29-ാമത്തെ ആയത്തിൽ അത്തരം കച്ചവടത്തെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് നഷ്ടമല്ലാത്ത കച്ചവടത്തെയാണ്. വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ, കൃത്യമായ നമസ്കാരം അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുക, പരസ്യമായും രഹസ്യമായും. അത്തരം ഗുണങ്ങൾ ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും നഷ്ടമില്ലാത്ത കച്ചവടത്തെയാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഖുർആനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം തീക്ഷ്ണമായിരിക്കണം, നമുക്ക് എത്രമാത്രം ഊഷ്മളമായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം.
ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കണം ഖുർആൻ പാരായണത്തിന്റെ ആ ബന്ധമെന്ന് പറയുന്നത്. അത് പാരായണം നഷ്ടപ്പെടുമ്പോൾ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ, ദുനിയാവിന്റെ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിന്റെ കാലഘട്ടത്തിൽ. ഒരു യാത്ര പോകുമ്പോൾ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ സൂക്ഷിച്ചില്ല എങ്കിൽ, മറന്നുപോയെങ്കിൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാകും. സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു പോകും, സമാധാനം നഷ്ടപ്പെട്ടു പോകും. കാരണം മൊബൈൽ എന്ന് പറയുന്നത് അവന്റെ ജീവവായുവിനെക്കാളും ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പഠന സമ്മർദ്ദങ്ങൾ കൊണ്ട് തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ കോവിഡ് എന്ന മഹാമാരി ലോകത്തിന് സമ്മാനിച്ചത് ഒരുപാട് മരണമാണ് എങ്കിലും, ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും നാം പറയും കൊറോണ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രയാസം ലോകത്തിന് സമ്മാനിച്ചത്, അതിൻ്റെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് ഈ മൊബൈൽ ഉപയോഗം തന്നെയാണ് എന്നുള്ളതിൽ പഠനം നടത്തിയവരെല്ലാവരും സമ്മതിക്കുകയാണ്. കൊറോണ സമയത്തോടുകൂടിയാണ് ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ സംവിധാനം നമ്മുടെ മക്കളുടെ കൈകളിലേക്കും നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്കും അതിൻ്റെ ഉപയോഗം കൂടിയത്. ഇന്ന് നമ്മുടെ മക്കൾ ബ്ലൂ ഗെയിം പോലെയുള്ള വിപത്ത് നിറഞ്ഞ എത്രയോ ഗെയിമുകൾക്ക് അഡിക്റ്റായി പോകുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളെ നമുക്ക് പ്രയാസം തോന്നുന്നു. നമ്മുടെ മക്കളുടെ മൊബൈൽ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അരുതേ എന്ന് പറയുവാൻ വേണ്ടി പോലും വല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് സഹോദരങ്ങളെ. കഴിഞ്ഞ മാസങ്ങളിൽ നാം വാർത്താ മാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ കണ്ടതാണ്. 13 വയസ്സായ ഒരു മകനോട്, നെയ്യാറ്റിൻകരയിൽ നടന്ന സംഭവമാണ്. 13 വയസ്സായ ഒരു മകനോട് മൊബൈൽ തരില്ല എന്ന് പറഞ്ഞതോടുകൂടി റൂമിൽ കയറി കതകുകൾ അടച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത് ഈ തൊട്ടടുത്ത പ്രദേശത്താണ് എന്നുള്ളത് നാം പത്രങ്ങളിൽ വായിച്ചതാണ്. മലപ്പുറം ജില്ലയിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഗെയിം കളിക്കുവാനായിട്ട് നിങ്ങൾക്ക് മൊബൈൽ തരില്ല എന്ന് മക്കളോട് പറയുവാൻ വേണ്ടി പോലും ഭയപ്പെടുന്ന മാതാപിതാക്കളാണ് ഇന്നിന്റെ ലോകത്ത് ഞാനും നിങ്ങളും. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഒരു ലോകം. ഇവിടെയാണ് വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് താക്കീത് നൽകുന്നത്. അള്ളാഹുവിന്റെ കലാം ജീവവായുവിനെ പോലെ ഉണ്ടാകണം നമ്മുടെയും നമ്മുടെ മക്കൾക്കും. അത് തന്നെയാണ് വിശ്വാസികളെ വിജയത്തിന്റെ നിധാനവും മാനദണ്ഡവും എന്ന് നാം തിരിച്ചറിയുക സഹോദരങ്ങളെ. ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയമാണ് നാം പറഞ്ഞു വന്നത്. സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ, സബഉൽ മസാനി എന്നൊക്കെ വിശുദ്ധ ഖുർആനിന്റെ പേര് അറിയപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ എങ്കിലും തെറ്റുകൂടാതെ പാരായണം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ആക്ഷേപിക്കുകയല്ല, സ്വയം ഒരു ആത്മവിചിന്തനത്തിന് വേണ്ടിയാണ്. ആവർത്തിച്ചു വരുന്ന 7 ആയത്തുകൾ അതിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് പരമാവധി ഓതുവാനായിട്ട് നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിചിന്തനം വിശ്വാസികളെ ഖുർആനുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്യുമ്പോൾ നമ്മെ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ ഒരു വിഷയമാണ് സഹോദരങ്ങളെ. ഇമാമത്തിന് നിൽക്കാൻ യോഗ്യത പരിശുദ്ധ ഖുർആനാണ് അതിൻ്റെ മാനദണ്ഡം. നമ്മുടെ നാടുകളിൽ ജനാസ നമസ്കരിക്കുവാൻ മകനെയാ തിരക്കുക. എവിടെ മോൻ, എവിടെ ജ്യേഷ്ഠൻ, എവിടെ സഹോദരൻ? ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അറിയണം, നാം തിരിച്ചറിയണം. ഒരു ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കുവാൻ അർഹൻ ഖുർആൻ പഠിച്ചവരാണ് എന്ന് നാം തിരിച്ചറിയുക സഹോദരങ്ങളെ. നമ്മുടെ ആരൊക്കെയോ പഠിപ്പിച്ചതാണ് വാപ്പ മരിച്ചാൽ മോൻ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. തെറ്റൊന്നുമല്ല, ആ മകൻ ഖുർആനുമായിട്ട് ബന്ധമുള്ളവനായിരിക്കണം. ഇന്നതൊരു വൈകാരിക വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ രഹസ്യമായി അതിൻ്റെ പ്രാർത്ഥനകൾ പറയുന്നത് കൊണ്ട് മറ്റാർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ, പ്രവാചകരുടെ പേരുള്ള സ്വലാത്ത്, മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ രഹസ്യമായി പറയുന്നത് കൊണ്ട് പിന്നെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട എന്നുള്ളതിനാൽ എല്ലാവരും അത് തിരഞ്ഞെടുക്കുകയാണ്. മഗ്രിബിന് ഇമാമത്ത് നിർത്താൻ വേണ്ടി അയാളെ പറഞ്ഞു നോക്കൂ, സാധിക്കില്ല. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായിട്ടുള്ള പാഠം ഈ വിഷയത്തിലുണ്ട്. സ്വഹീഹ് മുസ്ലിം 673 ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, യഉമ്മുൽ ഖൗം,
താക്കീതാണ്. ഇത് മറന്നുപോയ നമ്മുടെ മുസ്ലിം സമുദായം. ഖുർആൻ അതിൽ മഹാമിറായിട്ടുള്ള നൈപുണ്യം നേടിയവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ജനാസ നമസ്കാരത്തിലും അങ്ങനെയൊക്കെ തന്നെയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, യഉമ്മുൽ ഖൗമ യഖറഊഹും ലികിതാബില്ലാഹ്. ഖുർആൻ പാരായണം ചെയ്യുവാൻ അറിയുന്നവനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അതിൽ സമാനമായ ആൾക്കാരുണ്ടെങ്കിലോ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഫഇൻ കാനൂ ഫിൽ ഖിറാഅത്തി സവാഉൻ ഫഅലമുഹും ബിസ്സുന്നതി. ഖുർആൻ പാരായണത്തിൽ, ഖുർആന്റെ അറിവിൽ അവർ തുല്യരാണ് എങ്കിൽ സുന്നത്തിന്റെ കാര്യത്തിൽ ആരാണോ മുൻപ് നിൽക്കുന്നത് അവർ ഇമാമത്ത് നിൽക്കണം. അത് ജനാസ നമസ്കാരം ഒഴിവാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മക്കളെ, ജനാസ നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആൻ പഠിപ്പിക്കണം, ഖുർആന്റെ വക്താക്കളാകണം. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ 2 സ്വഹാബാക്കളെ ഒരേ കഫൻ പുടവയിൽ പൊതിഞ്ഞ ഒരു ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായ 2 സ്വഹാബാക്കളെ ഒരേ കഫൻ പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് സ്വഹാബാക്കളോട് പ്രവാചകർ ചോദിക്കുകയാണ്, അയ്യുഹും അക്തറു അഖദൻ ലിൽ ഖുർആൻ. ഈ 2 പേരിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള നൈപുണ്യം നേടിയവൻ ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സ്വഹാബികൾ പഠിപ്പിച്ചു. സ്വഹാബികൾ സൂചന നൽകുകയാണ്, അള്ളാഹിന്റെ റസൂലെ, ഇന്ന സ്വഹാബിയാണ് മറ്റേ സ്വഹാബിയെക്കാളും ഖുർആനിൽ അവഗാഹം നേടിയത് എന്ന് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ പഠിച്ച ആ സ്വഹാബിയെ ഖബറിലേക്ക് ആദ്യമായി മുന്തിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അന ഷഹീദുൻ അലാ ഹൗലാ യൗമൽ ഖിയാമ. ഇവർക്ക് വേണ്ടി ഞാൻ നാളെ പരലോകത്ത് സാക്ഷിയായി നിൽക്കും എന്ന് റബ്ബിനോട് പറയുന്ന മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖലീഫയുമായി കൂടെ നിൽക്കുന്ന ഗവർണർമാരാകട്ടെ, അതിന്റെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ, ആ ഖലീഫ മാനദണ്ഡമായി നിശ്ചയിക്കുന്നത് ഖുർആൻ അറിയുമോ എന്നാണ്. ഇന്ന് നമ്മുടെ പല ജമാഅത്തുകളുടെയും മാനദണ്ഡമെന്ന അവന് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഖുർആൻ അറിയില്ല, ഇസ്ലാമിന്റെ ചരിത്രം അറിയില്ല, സ്വഹാബാക്കളുടെ പൈതൃകം അറിയില്ല. അവർ ദുനിയാവിന്റെ പിന്നാലെ പോവുകയാണ്. വ്യവസായ ലോകം കെട്ടിപ്പടുക്കുവാൻ ശിർക്കുമായി കൂപ്പുകുത്തി ആ സമൂഹത്തിൽ നിന്നും ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഗവർണർ ഒരാളെ നിശ്ചയിക്കുകയാണെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ലാത്തവർക്ക് പരിഗണനയില്ലാത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. ഇന്ന് ദുനിയാവിന്റെ അതിലെ ഒരു മാനദണ്ഡമാണ് SSLC ജയിച്ചിട്ടുണ്ടോ, അവന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അത് മാനദണ്ഡമാക്കി വച്ചിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഖുർആനിൽ പ്രാവീണ്യം നേടിയവരുടെ മഹത്വം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അൽ മാഹിറു ബിൽ ഖുർആൻ. ഖുർആന്റെ നൈപുണ്യം നേടിയ മാഹിറായവർ ആരാണ്? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ. ഉന്നതരായ മാന്യന്മാരായ മലക്കുകളോടൊപ്പമാണവർ. നോക്കൂ സഹോദരങ്ങളെ, ആദരണീയരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം. ഖുർആന്റെ മാഹിറുകൾ, അതിലെ നൈപുണ്യം നേടിയവർ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, സ്വഹീഹ് മുസ്ലിം 799 ആയത്ത്, ഖുർആൻ സ്ഫുടമായി പാരായണം ചെയ്യുവാൻ പലർക്കും സാധ്യമല്ലായിരിക്കാം. തപ്പിത്തടഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെ പാരായണം ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുർആൻ പാരായണം തപ്പിത്തടഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ലഹു അജ്റാനി, 2 പ്രതിഫലമുണ്ട്. 2 പ്രതിഫലം. ഒന്ന് പാരായണം ചെയ്യുന്നതിൻ്റെയും മറ്റൊന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെയും പുണ്യം അവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, ആ ഖുർആൻ പാരായണം ചെയ്യുക, അത് കേൾക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനെ ചിന്തിക്കുക, അതെല്ലാം ഇബാദത്തിൽപ്പെട്ടതാണ്, പുണ്യമാണ് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ, ഖുർആന്റെ നിഴലായി ജീവിച്ച ഒരു സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയാണ്, യാ അബ്ദുല്ലാ,
യഖറഉ അലയ്യൽ ഖുർആൻ, നീ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തതാ, ഒന്ന് വായിക്ക്, ഒന്ന് പാരായണം ചെയ്, ഞാൻ കേൾക്കട്ടെ. ഉടനെ തന്നെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് അഖറഉ അലൈക വഅലൈക ഉൻസിൽ, അങ്ങേക്കല്ലയോ ഖുർആൻ ഇറങ്ങിയത്, അങ്ങേക്ക് ഞാൻ പാരായണം ചെയ്തു തരാനോ? എന്താണ് ഈ പറയുന്നത് റസൂലേ? പ്രവാചകരുടെ മറുപടി, ഇന്നി അഷ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്നും ഖുർആൻ പാരായണം കേൾക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് അബ്ദുള്ള, പാരായണം ചെയ്യും. നിർബന്ധിതാവസ്ഥയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനിലെ സൂറത്തുൻ നിസാ 4-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുകയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ എന്നുള്ള അധ്യായത്തിലെ ആദ്യ ആയത്ത് മുതൽ ഓതി സൂറത്തുൻ നിസായിലെ തന്നെ 41-ാമത്തെ ആയത്ത് വരികയാണ്. ഫഖറഅത്തുൻ നിസാ ഹത്താ ഇദാ ബലഗത്, അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് കേൾക്കുമ്പോഴേക്കും പൊട്ടിക്കരയുകയാണ്. മതി അബ്ദുല്ലാ, നിർത്തു അബ്ദുല്ലാ. ഏതാണ് ആയത്ത് എന്നറിയുമോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. അല്ലാഹുവിന്റെ പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ നാം പരലോകത്ത് കൊണ്ടുവരും. പ്രവാചക, ഈ സമുദായത്തിന് വേണ്ടി അങ്ങയെ സാക്ഷിയാക്കിക്കൊണ്ട് നാളെ പരലോകത്ത് കൊണ്ടുവന്നാലുള്ള താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആയത്ത് കേൾക്കുമ്പോഴേക്കും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, ഈ ആയത്ത് ഓതിയതിന് ശേഷം പ്രവാചകരുടെ സുന്ദരമായ വദനം കാണുമ്പോൾ പൊട്ടിക്കരയുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഞാൻ കണ്ടത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ, സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്ത് സമയം കിട്ടുമ്പോൾ ഒന്ന് പരിഭാഷ എടുത്തുകൊണ്ട് വായിച്ചു നോക്കണേ. അള്ളാന്റെ റസൂൽ കരഞ്ഞ ആയത്താണ്, സ്വഹാബികളെ കരയിപ്പിച്ച വചനാമൃതങ്ങളാണ്. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ നാം പരലോകത്ത് കൊണ്ടുവരും. പ്രവാചക, അങ്ങയെയും ഞാൻ കൊണ്ടുവരും ഈ സമുദായത്തിന്റെ സാക്ഷിയായി. എന്തായിരിക്കും അപ്പോൾ താങ്കളുടെ അവസ്ഥ എന്നുള്ള ആയത്ത് കേട്ടപ്പോഴേക്കും വിശ്വാസികളെ, നമുക്ക് സാക്ഷിയായി നാളെ പരലോകത്ത് പ്രവാചകൻ വരും. നാം സാക്ഷിയായിട്ട് പലരും നാളെ പരലോകത്ത് വരും. നമ്മെ സാക്ഷിയാക്കിക്കൊണ്ടും നാളെ റഹ്മാനായ റബ്ബ് എല്ലാവരെയും കൊണ്ടുവരും. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നാം ഓർക്കണം. പ്രവാചകൻ കരഞ്ഞു എങ്കിൽ, പ്രവാചകൻ നിർത്താൻ പറഞ്ഞ ആയത്താണിത് എങ്കിൽ, വിശ്വാസികളെ, ആ ഗ്രന്ഥം നമ്മുടെ കൈകളിലുണ്ട്. നമ്മുടെ കൈകളിലുണ്ട് ആ ഗ്രന്ഥം. നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടോ? പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഏതെങ്കിലും ആയത്തുകൾ നമ്മെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകൾ. വിശ്വാസികളെ, സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തായിരിക്കണം വിശ്വാസികളെ നമുക്കുണ്ടാകേണ്ട ഗുണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികൾക്കുണ്ടാകേണ്ട ചില ഗുണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ നടുങ്ങി പോകണം വിശ്വാസികളെ ഹൃദയം. റബ്ബിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നടുങ്ങണം. എന്നിട്ട് വൈദാ തുലിയതു അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഖുർആനിക വചനം കേൾക്കുമ്പോൾ, അതിലെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഉയരണം. സഹോദരങ്ങളെ, അവരുടെ പ്രത്യേകത റഹ്മാനായ റബ്ബിൽ മാത്രമേ അവർ തവക്കുലാക്കുകയുള്ളൂ. അതാണ് വിശ്വാസികളെ ഖുർആനിന്റെ ഓരോ ആയത്തുകളുടെയും മാസ്മരികത. അങ്ങനെയായിരുന്നു വിശ്വാസികളെ സ്വഹാബികൾ നാം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മോശമായ ഒരു സമൂഹമായിരുന്നു. വലാലും മുബീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച വ്യക്തമായ വഴികേടിലായിരുന്ന ആ ഒരു സമൂഹത്തെ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു സമൂഹമാക്കി മാറ്റി വളർത്തിയെടുത്തത് ഈ പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനവും അതിന്റെ മാസ്മരികതയുമാണ്. മറന്നു പോകല്ലേ സഹോദരങ്ങളെ, ആ ഖുർആൻ നമ്മുടെ കൈകളിൽ ഇരിക്കുകയാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അത്തരക്കാരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറ വറിസ്ഖുൻ കരീം, അല്ലാഹുവിങ്കൽ പല പദവികളും അവർക്കുണ്ട്,
പാപമോചനവും ഉദാരമായ ഉപജീവനവും അവർക്ക് വേണ്ടി റഹ്മാനായ റബ്ബ് കാത്തുവച്ചിരിക്കുകയാണ് എന്ന് അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി പറയുമ്പോൾ, വിശ്വാസികളെ, ആ ഖുർആൻ നാളെ പരലോകത്ത് ശഫാഅത്ത് നിൽക്കുന്നവരായിട്ടും നാം മാറണം. പലവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇഖ്റഉൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, സ്വഹീഹ് മുസ്ലിം 804 നമ്പറാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി, പരലോകത്ത് ഖുർആൻ പാരായണം ചെയ്തവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അന്ത്യനാളിൽ അത്തരക്കാർക്ക് വേണ്ടി ഖുർആൻ റബ്ബിനോട് പറയുമെന്നാണ്, യാ റബ്ബ് ഹല്ലിഹി, യാ റബ്ബ്, ആ ഖുർആൻ പാരായണം ചെയ്ത നിന്റെ അടിയാളുകളുണ്ടല്ലോ, അവരെ നീ അണിയിക്കണം. ഫയുൽബസു താജൽ കറാമ, ആദരവിന്റെ കിരീടം അണിയിക്കണം. സുമ്മ യഖൂൽ, പിന്നീട് ഖുർആൻ റബ്ബിനോട് പറയും, യാ റബ്ബി സിദ്ഹു, അതിനേക്കാളും കൂടുതൽ നൽകണം റബ്ബേ. ഫയുൽബസു ഹല്ലത്തുൽ കറാമ, അതിനേക്കാളും ആദരണീയമായ കിരീടം ആ ഖുർആന്റെ അഹ്ലുകാർക്ക് നൽകും. സുമ്മ യഖൂൽ യാ റബ്ബ്, ഖുർആൻ വീണ്ടും റബ്ബിനോട് പറയുമെന്നാണ്, യിർളു അൻഹു, അല്ലാഹുവേ, ഈ ഖുർആൻ പാരായണം ചെയ്തവനെ നീ തൃപ്തിപ്പെടണേ. ഫയർളാ അൻഹു, അല്ലാഹു അത്തരം അടിയാറുകളെ തൃപ്തിപ്പെടും. ഫയുഖാലു ലഹു, എന്നിട്ട് റഹ്മാനായ റബ്ബ് ആ ഖുർആന്റെ അഹ്ലുകാരോട് പറയും, ഇഖ്റഅ വർഖ, നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് കയറിപ്പോവുക. ഫതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, മഹത്വത്തിലേക്ക് കയറിപ്പോവുക. എല്ലാ ഓരോ വചനങ്ങൾക്കും ഓരോ നന്മകൾ വർദ്ധിപ്പിച്ചു തരും. സഹോദരങ്ങളെ, ഒരു അലിഫ് എന്ന് പറയുന്നത് ഒരു നന്മയാണ്. അലിഫ് ലാം മീം ഒരു അക്ഷരമാണെന്ന് പറയുന്നില്ല. അലിഫുൻ ലാമുൻ മീമുൻ ഓരോ അക്ഷരമാണ്, ഒന്നിന് 10 നന്മകളാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ഖുർആൻ കുറഞ്ഞ രീതിയിലെങ്കിലും നമ്മുടെ മനസ്സുകളില്ല എങ്കിൽ ജീർണിച്ച വീടുകളായി മാറും. സഹോദരങ്ങളെ, ഒന്നിനും കൊള്ളാത്ത, നമ്മളൊക്കെ പറയൂലേ ഡെഡ് ബോഡി എന്ന്, നിർജീവമായ വസ്തുവെന്ന് പറയൂലേ, അതുപോലത്തെയുള്ള ഖൽബുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ഷൈഉം മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഒരല്പമെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ കൽ ബൈത്തുൽ ഖരിബ്, ജീർണിച്ച വീട് പോലെ, ഒന്നിനും കൊള്ളാത്ത ഭവനമായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഖുർആന്റെ അഹ്ലുകാരാവുക. അള്ളാഹുവിൻ്റെ VIP-കളാണ്, അള്ളാഹുവിൻ്റെ അഹ്ലുകാരായി മാറണം. സഹോദരങ്ങളെ, പരലോകത്ത് ഖുർആന്റെ ശഫാഅത്ത് നൽകുന്ന മുത്തഖീങ്ങളായി മാറണമെങ്കിൽ ഖുർആൻ നൈരന്തര്യമായി നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തണം. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.